കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കനത്ത മൺസൂൺ മഴയ്ക്കിടയിൽ ഇപ്പോൾ കാലാവസ്ഥയുടെ ചിത്രം പതുക്കെ മാറുന്നതായി കാണപ്പെടുന്നു. തുടർച്ചയായ റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾക്കു ശേഷം ഇപ്പോൾ ആശ്വാസത്തിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും മഴ പൂർണ്ണമായും നിൽക്കാൻ പോകുന്നില്ല. എന്നാൽ അതിന്റെ തീവ്രതയിൽ കുറവുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതേ കാരണത്താൽ കാലാവസ്ഥാവകുപ്പ് സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മുന്നറിയിപ്പിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനർത്ഥം അപകടം പൂർണ്ണമായും ഒഴിഞ്ഞു എന്നാണോ? ഈ ചോദ്യമാണ് ഈ സമയത്ത് ലക്ഷക്കണക്കിനാളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ കാലാവസ്ഥ, മൺസൂണിലെ ഓരോ വലിയ ചലനങ്ങളും മഴ മുന്നറിയിപ്പുകളും നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും പുതിയ വിവരങ്ങളും ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. നിലവിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് കനത്ത മഴ എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുക എന്നതാണ്. ഈ ജില്ലകളിൽ ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴ കാണാൻ സാധിച്ചേക്കാം. അതേസമയം സംസ്ഥാനത്തെ മറ്റു മിക്ക ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നു. കാലാവസ്ഥാ വകുപ്പ് ഇതുകൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം പലയിടങ്ങളിലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുണ്ട്. ഇതേ കാരണത്താലാണ് ആളുകൾ ഇപ്പോഴും പൂർണ്ണമായും ആശങ്കയില്ലാതെ ഇരിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മരങ്ങൾക്കടിയിൽ നിൽക്കുന്നതും ബലഹീനമായ നിർമ്മിതികൾക്ക് സമീപം പോകുന്നതും തുറസായ സ്ഥലങ്ങളിൽ കഴിയുന്നതും ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അടുത്തിടെ പെയ്ത മഴ പല ജില്ലകളിലും ജനജീവിതത്തെ ബാധിച്ചു. തൃശൂർ ജില്ലയിലെ പൂച്ചട്ടി, നടത്തറ മേഖലകളിൽ ശക്തമായ കാറ്റിൽ വലിയ മരങ്ങൾ കടപുഴങ്ങി വീണു. ഒരു സ്കൂൾ വളപ്പിൽ കൂറ്റൻ മരം വീണതിലൂടെ വലിയൊരപകടം ഒഴിവായി. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. തുടർച്ചയായ മഴ കാരണം വെള്ളക്കെട്ട്, കുറഞ്ഞ കാഴ്ചവിധി, പ്രാദേശിക പ്രളയം തുടങ്ങിയ സാഹചര്യങ്ങളും കാണപ്പെട്ടു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് ഏതു പുതിയ മാറ്റത്തിലേക്കാണോ സൂചിപ്പിക്കുന്നത് അത് വളരെ രസകരമാണ്. ദിവസങ്ങളോളം തുടർച്ചയായി പെയ്ത മേഘങ്ങൾ ഇനി പതുക്കെ പിൻവാങ്ങാൻ പോകുകയാണോ, അതോ പെട്ടെന്നൊരിക്കൽ കൂടി കാലാവസ്ഥ മാറി ആളുകളെ അമ്പരപ്പിക്കുമോ? ഇതറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം അടുത്ത 1-2 ദിവസങ്ങൾ കേരളം മുഴുവനുമുള്ള കാലാവസ്ഥയുടെ ദിശ നിശ്ചയിച്ചേക്കാം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും വരെ യെല്ലോ അലേർട്ട് തുടരാൻ സാധ്യതയുണ്ട്. ഇതിനുശേഷം മഴയുടെ വ്യാപ്തി ഇനിയും കുറഞ്ഞേക്കാം. പിന്നീട് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ട് ബാധകമാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. എങ്കിലും സംസ്ഥാനത്തെ ഒരു ജില്ലയിലും നിലവിൽ റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് വലിയൊരാശ്വാസവാർത്തയായി കണക്കാക്കപ്പെടുന്നു. ഇതിനിടയിൽ കാലാവസ്ഥാ വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലെ സമുദ്രമേഖലകളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ എത്തിയേക്കാം. മോശം സമുദ്ര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചിന്തിക്കുക, ഒരു വശത്ത് കടലിൽ ഉയരുന്ന വലിയ തിരമാലകൾ, മറുവശത്ത് ശക്തമായ കാറ്റിലാടുന്ന തെങ്ങുകൾ, മുകളിൽ നിന്ന് തുടർച്ചയായി മാറുന്ന ആകാശം. പ്രകൃതി ഇപ്പോഴും പൂർണ്ണമായും ശാന്തമായിട്ടില്ലെന്നും അതിന്റെ അടുത്ത നീക്കത്തിനായി സംസ്ഥാനം മുഴുവനും ഉറ്റുനോക്കുകയാണെന്നും തോന്നുന്നു. നിങ്ങൾ കേരളത്തിലെ കാലാവസ്ഥ, മൺസൂണിലെ ഓരോ വലിയ ചലനങ്ങളും മഴ മുന്നറിയിപ്പുകളും നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും പുതിയ വിവരങ്ങളും ആദ്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. കാരണം ഇനി പുറത്തുവരാനിരിക്കുന്ന വിവരങ്ങൾ പല ജില്ലകളിലെ ആളുകൾക്കും വളരെ പ്രധാനപ്പെട്ടതായി തെളിഞ്ഞേക്കാം. മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും അപകടം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. നദികളിലും തോടുകളിലും ജലനിരപ്പ് ഇപ്പോഴും ഉയർന്നുതന്നെയാണ്. തിരുവനന്തപുരത്തെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുകഴിഞ്ഞു. മലയോര മേഖലകളിൽ ഉരുൾപടലിനും പാറ വീഴാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു.
ഇതേ കാരണത്താലാണ് ചില സെൻസിറ്റീവ് മേഖലകളിൽ പ്രവേശനത്തിന് താൽക്കാലികമായ നിരോധനവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുന്നോട്ടുള്ള കഥ കൂടുതൽ പ്രധാനമാകുന്നത്. കാരണം വരും ദിവസങ്ങളിലെ കാലാവസ്ഥയുടെ അടുത്ത നീക്കം ആശ്വാസം ലഭിക്കുമോ, അതോ മഴ ഒരിക്കൽ കൂടി അതിന്റെ രൗദ്രരൂപം കാണിക്കുമോ? കേരളത്തിലെ കാലാവസ്ഥാ സാഹചര്യം മുൻപത്തേക്കാൾ അല്പം മെച്ചപ്പെട്ടതായി കാണപ്പെടുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വകുപ്പും ദുരന്തനിവാരണ ഏജൻസികളും ഇപ്പോഴും പൂർണ്ണ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുന്നു. തുടർച്ചയായ മഴ കാരണം പല നദികളും ജലാശയങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നുകഴിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിവാസികൾക്ക് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പിലുണ്ടാകുന്ന പെട്ടെന്നുള്ള വർധനവ് ഏതു സമയത്തും പുതിയ വെല്ലുവിളികൾ ഉയർത്താം. ഇടുക്കി ഉൾപ്പെടെയുള്ള പല മലയോര ജില്ലകളിലും പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. മലയോര റോഡുകളിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തുടർച്ചയായ മഴ കാരണം ഉരുൾപടലിനും പാറ വീഴാനുമുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പൊന്മുടി ഇക്കോ ടൂറിസം മേഖലയിലും പ്രവേശനം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ പൂർണ്ണമായും സാധാരണ നിലയിലാകുന്നതുവരെ യാതൊരുവിധ അപകടസാധ്യതയും ഏറ്റെടുക്കില്ല എന്ന് അധികൃതർ പറയുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുന്നതിനിടെ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. ഇതിനുശേഷം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ആശ്വാസകരമായ കാര്യം നിലവിൽ ഒരു ജില്ലയിലും റെഡ് അലേർട്ടോ ഓറഞ്ച് അലേർട്ടോ പുറപ്പെടുവിച്ചിട്ടില്ല എന്നതാണ്. അതിശക്തമായ മഴയുടെ ഭീഷണി മുൻപത്തെ അപേക്ഷിച്ച് കുറഞ്ഞതായി സൂചിപ്പിക്കുന്നു. എങ്കിലും കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട മഴയും ഇടിമിന്നലോട് കൂടിയ മഴയും തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ട്. കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അതേസമയം ചില പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ എത്തിയേക്കാം. ഇതുകൊണ്ടാണ് മരങ്ങൾക്കടിയിൽ നിൽക്കുന്നതും ഒഴഞ്ഞ പഴയ വൈദ്യുതി പോസ്റ്റുകൾക്ക് സമീപം പോകുന്നതും തുറസായ സ്ഥലങ്ങളിൽ ഇരിക്കുന്നതും ഒഴിവാക്കാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം, ഈ ആശ്വാസം ശാശ്വതമായിരിക്കുമോ, അതോ അറബിക്കടലും കാലവർഷക്കാറ്റും വീണ്ടും കേരളത്തിലെ കാലാവസ്ഥയെ പെട്ടെന്ന് മാറ്റുമോ? കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ കണ്ണുകൾ ഇപ്പോൾ ഓരോ പുതിയ മേഘത്തിലും ഓരോ പുതിയ കാലാവസ്ഥാ ചലനത്തിലും പതിഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു ചെറിയ മാറ്റം പോലും സംസ്ഥാനത്തിന്റെ പൂർണ്ണ ചിത്രവും മാറ്റിയേക്കാം. സംസ്ഥാനത്തെ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും സജീവമാണ്. ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായത്തിനായി ടോൾ ഫ്രീ നമ്പറുകളിൽ 1077 1070 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. താഴ്ന്ന പ്രദേശങ്ങളിൽ നിവാസികൾ പ്രാദേശിക അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ വൈകാതിരിക്കണമെന്നും ഭരണകൂടം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഇപ്പോഴും വേഗത്തിൽ മാറിയേക്കാം. അതുകൊണ്ട് പുഴകളിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും അല്ലെങ്കിൽ കുത്തൊഴുക്കുള്ള പ്രദേശങ്ങളിൽ പോകുന്നതും ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയുള്ളപ്പോൾ ഒരു സാഹചര്യത്തിലും പുഴ മുറിക്കടക്കാൻ ശ്രമിക്കരുത്. മലയോര മേഖലകളിൽ നിവാസികളോടും അതീവ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, മേഘാവൃതമായ ആകാശം, ദൂരെയുള്ള മലനിരകളിൽ പടർന്ന മൂതൽമഞ്ഞ്, മഴയ്ക്ക് ശേഷം കരകവിഞ്ഞൊഴുകുന്ന പുഴകൾ, കടലിലേക്ക് നീങ്ങുന്ന കൂറ്റൻ തിരമാലകൾ. കാണാൻ ഈ കാഴ്ച എത്ര മനോഹരമാണോ അത്രയും വെല്ലുവിളി ചരണമാകാം. ഇതുകൊണ്ടാണ് കാലാവസ്ഥാ വകുപ്പ് ഓരോ ചെറിയ മാറ്റവും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം കാലവർഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും സിക്കിം മുഴുവനായും പശ്ചിമബംഗാളിന്റെ ഉപഹിമാലയൻ പ്രദേശങ്ങളിലും മുന്നേറ്റം തുടരുന്നു. ഇതിനോടൊപ്പം വടക്കൻ കർണാടകത്തിന്റെ ഉൾപ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും ചക്രവാത ചുഴി സജീവമായി തുടരുന്നു. ഈ കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും മേഘങ്ങളുടെ സഞ്ചാരത്തെ ബാധിക്കുന്നത്.